ദൈവത്തിന് മഹത്വം. നിത്യതയിലെ ജീവവൃക്ഷം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 22:14. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കൊണ്ട് മനുഷ്യനെ ജീവനുള്ളവനാക്കുന്നു. പിന്നീട് അവൻ ജീവനിൽ വളർന്ന് സമൃദ്ധിയായ ജീവനുള്ളവനായി നിത്യജീവനോടെ എന്നേക്കും ജീവിക്കേണ്ടതിന് ദൈവം ഏദെനിലെ തോട്ടത്തിൽ ജീവവൃക്ഷത്തെ നിലത്തുനിന്ന് മുളപ്പിക്കുന്നു. എന്നാൽ പാപനിമിത്തം ഈ ദൈവീക ജീവൻ മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവരിൽ ജീവനില്ലാത്തതിനാൽ, ജീവനിൽ വളരുവാൻ കഴിയാത്തതിനാൽ ജീവവൃക്ഷഫലം അവന് ദൈവം വിലക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട ജീവൻ വീണ്ടുകൊടുക്കുവാൻ വന്ന യേശു മനുഷ്യൻ ജീവനുള്ളവനും സംയതിയായ ജീവനുള്ളവനുമാകുവാൻ അവനെ സഹായിക്കുന്നു. അതിനായി മനുഷ്യനെ യേശുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനങ്ങളുടെ സാദൃശ്യത്തോട് ഏകീഭവിപ്പിക്കുന്ന സ്നാനത്താൽ ജീവന്റെ പുതുക്കമുള്ളവനാക്കുന്നു. പുതുജീവൻ ലഭിച്ച മനുഷ്യന് ആവശ്യമായ അനുഭവങ്ങൾ സഭയാം തോട്ടത്തിൽ കൊടുത്ത് അവനെ ജീവന്റെ സമൃദ്ധിയിലേക്കും നിത്യജീവങ്കിലേക്കും നടത്തുന്നു. അങ്ങനെ ഒരു നാളും മരിക്കാത്തവനാക്കി മനുഷ്യനെ യേശു മാറ്റുന്നു. നാം ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദെനിലെ തോട്ടത്തിൽ കാണുന്ന മനുഷ്യനും ജീവവൃക്ഷവും നിത്യതയിൽ പുതിയ യെരുശലേമെന്ന വിശുദ്ധ നഗരത്തിലും കാണപ്പെടുന്നു. ആകയാൽ ദൈവസൃഷ്ടിയിൽ നിത്യമായത് മനുഷ്യനും ജീവവൃക്ഷവും മാത്രമാണെന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യനെയും ജീവവൃക്ഷത്തെയും നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കാൻ കഴിയും. അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ജീവന്റെ സമൃദ്ധി പ്രാപിച്ച് നിത്യജീവനുള്ളവരായി നിത്യതയിൽ ചെന്നു ചേരുവാൻ നമ്മെ സഹായിക്കും. നിത്യതയിൽ ജീവവൃക്ഷത്തെ നാം കാണുന്നത് ജീവജല നദിയുടെ ഇരുകരകളിലാണ്. യെഹേഷ്കേൽ പ്രവചനത്തിലും നദിക്കരയിൽ നിൽക്കുന്നതായി ജീവവൃക്ഷത്തോട് സദൃശ്യമായ വൃക്ഷങ്ങളെ കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലും ജീവവൃക്ഷത്തെ നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെടുന്നതായി വായിക്കുന്നു. ആത്മീക ജീവിതത്തിൽ നാമും ജീവവൃക്ഷമായി വളരുവാൻ യേശു പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദികളെ വാഗ്ദത്തം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭമായ മാനസാന്തര സ്നാനത്തിനു ശേഷം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം യേശു പിതാവിങ്കൽ നിന്ന് വാങ്ങി നമുക്ക് നൽകുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മെ പുഷ്ടിപ്പെടുത്തി വളർത്തുന്നു. വീണ്ടും ജീവവൃക്ഷത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അത് ഫലമുള്ള ഒരു വൃക്ഷമായി നമുക്ക് കാണാം. ഈ അനുഭവത്തെ 3 വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്, നമ്മെ തെരഞ്ഞെടുക്കുന്ന യേശു നാം ഫലം കായ്ക്കുന്നവരാകുവാൻ ആയി തൻ്റെ സഭയാം തോട്ടത്തിൽ ആക്കി വച്ചിരിക്കുന്നു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്തിവൃക്ഷത്തിൽ ഫലമന്വേഷിച്ചിട്ട് കാണായിക്കിയാൽ അതിനെ വെട്ടിക്കളയുവാൻ പറയുന്നത് പോലെ ഫലമില്ലായിക്കിയാൽ നാമും വെട്ടപ്പെടരുത്. മുന്തിരിവള്ളിയിലെ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിനീക്കി കളയുന്നതായി കാണുന്നു. ആകയാൽ നാം ജീവവൃക്ഷമായി തീരണമെങ്കിൽ ഫലമുള്ളവരായി കാണപ്പെടണം. നാം ശ്രദ്ധിച്ചാൽ ജീവവൃക്ഷത്തിന് അല്ല, അതിൻ്റെ ഫലത്തിനാണ് പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലാകും. ജീവവൃക്ഷത്തിൻ്റെ ഫലത്താലാണ് എന്നേക്കും ജീവിക്കുവാൻ ഇടയാകുന്നത്. നാമും ഫലമില്ലാത്തവരായിരുന്നാൽ നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയാകാതെ നിത്യനരകമാകുന്ന തീപ്പൊയ്കയിൽ ഇടപെടും. ഇനിയും നാം ഫലമുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടും എന്നാണ്. വൃക്ഷം നല്ലതായെങ്കിലേ ഫലവും നല്ലതാകൂ. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ അറിയുന്നത്. ആകയാൽ ചീത്ത ഫലം കായ്ക്കുന്നവരായാലും വെട്ടിത്തീയിൽ ഇടപെടും. അതുകൊണ്ട് നല്ല മനുഷ്യരായി നാം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാരാകുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി, നാം ഫലമുള്ളവരായിരുന്നാൽ മാത്രം പോരാ, നിലനിൽക്കുന്ന ഫലമുള്ളവരാകണം. മർക്കോസ് വിശേഷത്തിൽ നാം കാണുന്ന അത്തിവൃക്ഷം ഫലം കായ്ക്കുന്ന അത്തിയായിരിക്കാം. എന്നാൽ അത്തിപ്പഴത്തിന്റെ കാലമല്ലാത്ത സമയത്താണ് യേശു അതിൽ ഫലം തേടിയത്. അതിനാൽ തന്നെ അതിൽ ഫലമില്ലായിരുന്നു. ആകയാൽ യേശു ശപിച്ചിട്ട് അത് ഉണങ്ങിപ്പോകുന്നു. നാമും പ്രത്യേക സമയത്തോ കാലത്തോ സാഹചര്യങ്ങളിലോ മാത്രം ഫലമുള്ളവരായിരിക്കാനല്ല, എപ്പോഴും ഫലമുള്ളവരായിരുന്ന് നിലനിൽക്കുന്ന ഫലങ്ങളുള്ളവരായി തീരണം. നാം പ്രാപിക്കുന്ന ആത്മീക അനുഭവങ്ങളാകുന്ന ഫലങ്ങളെ എപ്പോഴും പ്രാപിച്ചുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനിടയാകണം.
മൂന്നാമതായി നാം ജീവവൃക്ഷത്തെ ശ്രദ്ധിക്കുമ്പോൾ അത് മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നതായി 12 മാസവും അതത് ഫലം കൊടുക്കുന്നു. നാമും ആത്മീക ജീവിതത്തിൽ നാം വളരും തോറും പുതിയ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ കായ്പിന്നീൻ എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടുന്നതിനാൽ കൊരിന്ത്യരിൽ പറഞ്ഞപ്പെട്ട ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകണം. വീണ്ടും സ്നാനപ്പെടുമ്പോൾ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന അനുഭവം നമ്മിലുളവാകണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസരാകുമ്പോൾ വിശുദ്ധീകരണം എന്ന ഫലം ലഭിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മനടത്തിപ്പിൽ ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉളവാകുന്നു. സത്യമായ ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ നീതിയും വിശുദ്ധിയും എന്ന ഫലം ലഭിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ആത്മീക അനുഭവങ്ങളാൽ ഓരോരോ പുതിയ ഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നാം ഓരോ പുതിയ അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയും പഴയതായി തീർന്ന മുൻപ് ലഭിച്ച ഫലങ്ങളെ കളയാതിരിക്കുകയും വേണം. അപ്പോൾ ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പ്രാണപ്രിയനായ യേശുവിനു വേണ്ടി പഴയതും പുതിയതുമായ സകല വിശിഷ്ട ഫലങ്ങളും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നവരായി നാം മാറുന്നു. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുവിലൂടെ നാം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് അഥവാ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുവാൻ ഇടയാകുന്നു. ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാട്ടുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരിക്കുന്ന കൃഷിക്കാരനായ നമ്മുടെ ദൈവം നാം വിശിഷ്ട ഫലങ്ങളുള്ളവരായി വിലയേറിയവരായി തീർന്നിട്ട് നമ്മെ ഒരു നിക്ഷേപമാക്കി തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കുറച്ചുകൂടി നാം ആഴത്തിൽ പഠിച്ചാൽ ജീവവൃക്ഷം തഴച്ചു വളരുവാനും ഫലം കൊടുക്കുവാനും കാരണം അത് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഫലപ്രദവും തഴച്ചതുമാകുവാൻ തക്കവണ്ണം വളരെ വെള്ളത്തിനരികെ നട്ടിരിക്കുകയാണ്. ഫലം കായ്പാൻ തക്കവണ്ണം വളരെ വെള്ളത്തിനരികെയുള്ള നല്ല നിലത്ത് നട്ടിരിക്കുന്നു. ആകയാൽ നാം വളർന്ന് വലുതായി ശോഭയോടെ കാണപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നൂറുമേടി ഫലം കൊടുക്കേണ്ടവരാണ്. എന്നാൽ നാം ഇസ്രായേൽ ജനത്തെപ്പോലെ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളയരുത്. അങ്ങനെ ചെയ്താൽ നാം ആകുന്ന മുന്തിരിവള്ളി വാടി ഉണങ്ങിപ്പോകും. കാരണം ദൈവമത്രേ വളരുമാറാകുന്നത്. ആകയാൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായി ഇരമ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ നാം വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവരാകണം. മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതായതുകൊണ്ട് മാത്രം യഹോവയിൽ ആശ്രയിക്കുന്നവരാകരുത്. അവർ നമ്മെ സഹായിക്കുകയില്ല എന്നുള്ളതിനാലും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകരുത്. യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവരാകണം. മനുഷ്യനിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്നവൻ ശപിക്കപ്പെട്ടവരാകും. ആകയാൽ മറ്റുള്ളവർ ആരിൽ ആശ്രയിച്ചാലും നാം യഹോവയുടെ നാമത്തെ കീർത്തിച്ചുകൊണ്ട് നമ്മുടെ സഹായവും പരിചയമായ യഹോവയിൽ ആശ്രയിക്കുന്നവരാകണം. അവർക്ക് മാത്രമേ ഉറച്ചു നിന്ന് അഥവാ നിവർന്നു നിന്ന് വളരുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നാം ഫലം കായ്ക്കുവാൻ യഹോവയിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ. ഇരമ്യാവിൽ കാണുന്നത് പോലെ യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവരാകണം. പൂർണ്ണമായി ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവരായാൽ അവർ എന്നും എന്നേക്കും യഹോവയിൽ ആശ്രയിക്കുന്ന തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളായി കാണപ്പെടും. അവർക്കാണ് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാതെ ഇല പച്ചയായിരുന്നു വരൾച്ചയുള്ള കാലത്തും വാട്ടമുണ്ടാകാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുന്നത്. ആകയാൽ നമുക്ക് നമ്മുടെ ദൈവമായ യഹോവയിൽ തന്നെ ആശ്രയിക്കാം. അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ക്ഷീണിച്ചിട്ട് പാപികളുടെ വഴിയിൽ നിൽക്കാതെയും തുടർന്ന് തളർന്നു പോയിട്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും തങ്ങളെ തന്നെ കാത്തുകൊള്ളുന്നവരാകണം. അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകിയാൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മറ്റു പാപസന്തോഷങ്ങൾ ഒന്നുമില്ലാതെ അവർ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി തീരുന്നു. ഈ വിധമായി ജീവിതത്തിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദിവസവും അത് വായിച്ച് ധ്യാനിക്കുന്നവരാണ് ആറ്റരികെ നട്ടിരിക്കുന്നതായി ഇല വാടാതെ ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരുന്നത്. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ശ്രേഷ്ഠവും ഉത്തമവുമായ സകല വൃക്ഷങ്ങളും പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ചെന്ന് ആശ്വാസം പ്രാപിക്കും. ഉൽപ്പത്തിയിൽ ഏദനിലെ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടിട്ട് അതിൽ അവന് പങ്കില്ലാതായി. എന്നാൽ വെളിപ്പാടിൽ നിത്യതയിൽ ആ ജീവവൃക്ഷത്തിൽ മനുഷ്യന് അധികാരമുണ്ടാകുമെന്ന് നാം കാണുന്നു.
ആകയാൽ അത് പ്രാപിക്കുവാൻ ഈ ലോക ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമതൊരു കാര്യമുണ്ട്. വെളിപ്പാട് 22:14 വാക്യത്തിന്റെ തമിഴ് ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ കാണുന്നത് പോലെ നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകണം എന്നുള്ളതാണ്. വീണുപോകാതെ നിലനിൽക്കുന്നവരായി ദൈവരാജ്യത്തിൽ കടക്കാൻ യേശുവിന്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവരാകണം. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി വചനപ്രകാരം ജീവിക്കുന്നതിനാൽ നമുക്ക് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കുവാനും ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുള്ളവരായി തീരുവാനും കഴിയുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും നിത്യതയിൽ ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുള്ളവരായി അതിന്റെ ഫലങ്ങളെ ഭക്ഷിച്ച് എന്നേക്കും ജീവിക്കുന്നവരായി ദൈവത്തെ ആരാധിക്കും. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അതിന് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.